ശ്രീമാത്രേ നമഃ. ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. ഈ ദേവിയെ കണ്ടാൽ, ഈ ദേവിയെ അറിഞ്ഞാൽ നമുക്ക് എന്തുമാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? നമുക്ക് ദേവിയെ സ്തുതിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഈ ദേവി നമ്മളിൽ അത്ഭുതരസത്തെ ഉണർത്തും. ഭയത്തിൽ നിന്നല്ല, അത്ഭുതത്തിൽ നിന്നാണ് ആരാധന ഉണ്ടാകുന്നത്. ഇത്രയും വരികളിലൂടെ കേട്ട ദേവിയെ, കണ്ട ദേവിയെ, മണത്ത ദേവിയെ അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് വീക്ഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ദേവന്മാരോടൊപ്പം ഋഷിമാരോടുമൊപ്പം ദേവ ഋഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ, ഈ ദേവിയെ ദേവന്മാരോടും ഋഷിമാരോടുമൊപ്പം നമ്മളും ഇരുന്ന് സ്തുതിക്കും. സ്തുതിക്കപ്പെടേണ്ടവളാണ് ദേവി, സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവളാണ് ദേവി. കാരണം അത്ഭുത രസങ്ങളുടെ ഉടമയാണ് ഈ ദേവി. ഇനി നമ്മൾ ദേവിയുടെ ആവിർഭാവ ഉദ്ദേശത്തെ പറയുകയാണ്. ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ദേവി ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ആവിർഭൂതയായത് ഭണ്ഡാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ്. ആ ഭണ്ഡാസുരനും ചില പ്രത്യേകതകളുണ്ട്. ഭണ്ഡാസുരൻ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്നാലേ ഈ ദേവിയുടെ അവതാര ഉദ്ദേശ്യവും കൃത്യനിർവഹണവും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. സതീദഹനം കഴിഞ്ഞു. ശരീരം കഷണങ്ങളാക്കി മാറ്റി. ശിവൻ താണ്ഡവം നിർത്തി ധ്യാനത്തിലായി. ആ സമയത്ത് താരകാസുരൻ ജന്മമെടുക്കുന്നു. കാമദേവൻ ശിവനിൽ കാമം അങ്കുരിപ്പിക്കുന്നു. കാമദേവനെ ശിവൻ തൃക്കണ്ണു തുറന്ന് ഭസ്മീകരിക്കുന്നു. ഭസ്മീകരിച്ച ഭസ്മം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ചിത്രകർമാവ്, ആ പേരിനർത്ഥം വിചിത്രമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നവൻ. ആ ചിത്രകർമാവ് ഈ ഭസ്മം എടുത്ത് ഒന്ന് നല്ലപോലെ കുഴച്ച് ഒരു ബൊമ്മയുണ്ടാക്കി. എന്നിട്ട് ശിവനെ ഒന്ന് കാണിക്കുന്നു. അത് കണ്ടിട്ട് ശിവൻ പറയുന്നു നന്നായി എന്ന്. ശിവൻ നന്നായി എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കും? അതിന് ജീവൻ വയ്ക്കും. ചിത്രകർമാവിൻ്റെ ബൊമ്മയ്ക്ക് ജീവൻ വച്ചു. അപ്പോൾ ഭണ്ഡ ഭണ്ഡ എന്നൊരശരീരിയുണ്ടായി. വേണ്ടായിരുന്നു എന്ന അശരീരി. വിചിത്രങ്ങളായ അല്ലെങ്കിൽ ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ചിത്രകർമാവിൻ്റെ വിഡ്ഢിത്തത്തിൽ നിന്നുണ്ടായത് കൊണ്ട് അതിന് ഭണ്ഡാസുരൻ എന്ന പേര് വന്നു. കാമദേവന്റെ ചാരത്തിൽ നിന്നു ജനിച്ചവൻ ഭണ്ഡാസുരൻ. ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും